ആ സൂര്യനും അസ്തമിച്ചു. നാടും നഗരവും കേട്ടത് സത്യമാകരുതേ എന്ന് ആശിച്ചു. അറിഞ്ഞവർ ചുടുനീരുപൊഴിച്ച് പ്രാർത്ഥിച്ചു. ദൂരേക്ക് കണ്ണും നട്ടൊരിക്കൽ ഈ ദേശം അവരെ കാത്തിരുന്നിട്ടുണ്ട്. മുന്നേ വന്നവർ പറഞ്ഞ കഥകളിലെല്ലാം അവരുമുണ്ട്. സത്യത്തിന്റെ ദർശനം ഏറ്റുപറഞ്ഞ ആദ്യത്തെ ഹൃദയം അവരുടേതായിരുന്നു. കനലുകത്തുന്ന മരുമണ്ണിലെ നിലക്കാത്ത നിലവിളികൾക്ക് അവർ പ്രതീക്ഷയായിരുന്നു. കരിങ്കല്ല് നെഞ്ചിലേറ്റിപ്പിടിയുന്ന ബിലാലിന്റെ പ്രാണന് വേണ്ടി കൈനീട്ടിയതും അവരായിരുന്നു. രാപ്രയാണത്തെ പരിഹസിച്ച പ്രതിപക്ഷത്തിന്റെ കാതുകളിൽ വിശ്വാസത്തിന്റെ ഇടിമുഴക്കം തീർത്ത ധ്വനിയായിരുന്നു. സ്നേഹമായിരുന്നു. സ്നേഹമെന്തെന്നടയാളപ്പെടുത്തുന്ന നിർവചനങ്ങളെയെല്ലാം അപ്രസക്തമാക്കുന്ന സ്നേഹം. പ്രണയമായിരുന്നു. പ്രപഞ്ചത്തിന്റെ പ്രവാചകരെ റൂഹിൽ കുരുത്തു നടന്ന പ്രണയം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാതെ ആ കണ്ണുകൾ മറ്റൊന്നും കണ്ടിരുന്നില്ല. തിരുമൊഴിയല്ലാതെ കാതുകൾ മറ്റൊന്നും കേട്ടിരുന്നില്ല. തിരുമുന്നിലല്ലാതെ അവർ സ്വസ്ഥമായിരുന്നിട്ടുമില്ല. തിരുമേനിയല്ലാത്തൊരു ജീവിതം ഉണ്ടായിരുന്നുമില്ല. ആത്മാവുകൾ സന്ധിച്ച ഇടത്ത് വെച്ച് തന്റെ റൂഹ് കൂടി തിരുമേനിയിൽ സമർപ്പിച്ചു എന്ന് തോന്നുന്ന പോലൊരാൾ. വിശ്വപ്രവാചകന് വേണ്ടി പ്രപഞ്ചനാഥൻ പടച്ചുകൊടുത്ത പകരമില്ലാത്ത പ്രണയത്തിന്റെ പേര് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. സുഖമായുറങ്ങുന്നു, മുഖം കണ്ട് സിദ്ദീഖോർ സന്തുഷ്ടരാകുന്നു. മൂർഖൻ പാമ്പൊന്നുടൻ കാലിൽ കടിക്കുന്നു, മൂർച്ഛിച്ച വേദന സിദ്ദീഖിലേറുന്നു. നബിയെ ഉണർത്തിയില്ല സിദ്ദീഖോരെ, വേദന മാറുന്നില്ല. പൊട്ടിയൊഴുകിയ കണ്ണുനീർത്തുള്ളികൾ പെട്ടെന്ന് മുത്ത് റസൂലിൻ്റെ വട്ടമുഖത്തൽപ്പം തട്ടിയ നേരത്ത് നെട്ടിയുണർന്നൊന്ന് നോക്കുന്നേ. വിറപിടിച്ച കൂട്ടം തലകൊയ്യാൻ നടന്ന പഴുത്ത പകലുകളിൽ അവരൊപ്പമുണ്ടായിരുന്നു. അരിശം ഫണമിടർത്തിയാടിയ മരണം മണക്കുന്ന ഇടങ്ങളിൽ അവർ കൂട്ടിരുന്നു. സകലതും വിട്ടെറിഞ്ഞവർ ഹിജ്റയുടെ പാതിരാവിൽ ഒപ്പം നടന്നു. ചിലയിടങ്ങളിൽ മുന്നിലേക്ക് കുതിച്ചു, പിന്നിലേക്ക് പാഞ്ഞു ചെന്ന് സുരക്ഷ ഉറപ്പിച്ചു. വെടിത്താരകളിലെ മുള്ളുകളും കല്ലുകളും നീക്കി വഴിയൊപ്പിച്ചു. അസാധ്യമായ ഇടങ്ങളിൽ തിങ്കളെ തോളിലെടുത്ത് ചുവടുവെച്ചു. ഇരുണ്ട് ഇടുങ്ങിയ ഗുഹകളും പറഞ്ഞു തീർക്കാനാവാത്ത കഥകളും കൊണ്ടാണവർ മദീനയിലെത്തിയത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചിരിച്ചപ്പോൾ അവർ കൂടെ ചിരിച്ചു. തിരുമേനിക്ക് പനിച്ചപ്പോൾ അവരും പനിച്ചു. തിരുദേഹം വിട്ടകന്നതു മുതൽ കണ്ണീർ പൊഴിച്ചു. സ്നേഹനിലാവിന്റെ പ്രതിനിധിയായവർ മദീന ഭരിച്ചു. ഇന്ന് ആ താരകവും അസ്തമിച്ചു. മദീന കണ്ണീരിൽ കുളിച്ചു. ഇനി എന്ത് ചെയ്യണം? അവരുടെ വസിയത്ത് പോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചാരത്തേക്ക് എടുക്കണം. അനുമതി വാങ്ങി അടക്കണം. സിദ്ദീഖിന്റെ ശരീരം സഹചാരികൾ താങ്ങിയെടുത്തു. റസൂലുള്ളാഹിയുടെ മുന്നിലേക്കെടുത്തു. ഇതാ സിദ്ദീഖ് അങ്ങയുടെ വാതിലിൽ എത്തിയിരിക്കുന്നു, ഞങ്ങൾ എന്തു ചെയ്യണം? സ്വഹാബത്ത് വിളിച്ചു ചോദിച്ചു. ഹബീബിനെ ഹബീബിലേക്ക് ചേർത്ത് വെച്ചോളൂ. അകത്ത് നിന്ന് ഉത്തരം ലഭിച്ചു. സ്വഹാബത്ത് കണ്ണുനീർ തുടച്ചു. ഇന്ന് ലോകത്തിലെ മുഴുവൻ വിശ്വാസികളുടെ ഈമാൻ ഒരു ത്രാസിലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാൻ മറ്റൊരു ത്രാസിലും വെച്ചാൽ അബൂബക്കറിന്റെ ഈമാനാണ് ഭാരം കൂടുതലെന്ന് അള്ളാഹുവിന്റെ ഹബീബ് പരിചയപ്പെടുത്തിയ അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്ത് ദിനമാണ്. ഓർമ്മകളിൽ, വിശ്വാസിയുടെ ഹൃദയങ്ങളിൽ ആ വിശുദ്ധ ജീവിതത്തെ ചേർത്തു വെക്കാം. തലമുറകളുടെ ഹൃദയാന്തരങ്ങളിൽ നിന്നും ഹൃദയാന്തരങ്ങളിലേക്ക്
ആ വിശുദ്ധ ജീവിതത്തെ നമുക്ക് പകർന്നു കൊടുക്കാം. അവിടുത്തെ ഹളറത്തിലേക്ക് ഫാത്തിഹ ഓതാം. അല്ലാഹുവേ, ആ പുണ്യപൂമാനെ സ്വർഗത്തിൽ വെച്ച് മുസാഫഹത്ത് ചെയ്യാൻ ഞങ്ങൾക്കും നീ തൗഫീഖ് നൽകണമേ.